വനിത വേണു, തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ നിശബ്ദ പ്രചാരണ ദിവസം സ്ഥാനാർത്ഥികൾക്കായാലും പിന്തുണയ്ക്കുന്നവർക്കായാലും പ്രതികരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിബന്ധന നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവർ ഇന്ന് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം, അതൊരു വെല്ലുവിളിയായാണ് അൻവർ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യ വാക്കുകളിൽ തന്നെ വ്യക്തവുമാണ്. എന്താണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്? വിജയപാർവതി, വാക്കുകളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അത് തന്നെ വ്യക്തമാണ്. രാവിലെ PV അൻവർ ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ, അതായത് വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അനുമതി നിഷേധിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ അറിയിച്ചു ഇക്കാര്യമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം തുടരാൻ തന്നെയായിരുന്നു PV അൻവറിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ അൻവർ ചോദിച്ചത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ ഭയക്കുന്നതെന്നാണ്. പക്ഷേ ഇതിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. നമ്മൾ കണ്ടതാണ്, വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ എത്തുകയും PV അൻവറിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. എന്നാൽ ആ ഉദ്യോഗസ്ഥരോട് കയർക്കുകയാണ് PV അൻവർ ചെയ്തത്. എന്നെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കേണ്ട, ഇതിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ പാലത്തിനപ്പുറത്ത് ചെറുതുരുത്തി പാലത്തിനപ്പുറത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്താം, അതായത് ചേലക്കര മണ്ഡലം വിട്ടുകൊണ്ട് വാർത്താ സമ്മേളനം നടത്താം എന്നൊക്കെ PV അൻവർ പറയുന്നത് നമ്മൾ കണ്ടു. രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും മടങ്ങുകയായിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിൽ തുടർ നടപടികളുണ്ടാകും, അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ PV അൻവറിനെതിരെ നടപടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അതിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ എന്ന് പറഞ്ഞത്, സുജയ, നമുക്കറിയാം ഇന്ന് രാവിലെയാണ് ചെറുതുരുത്തിയിൽ, അതായത് കലാമണ്ഡലത്തിനടുത്ത് വെച്ചുകൊണ്ട് ഒരു കാറിൽ നിന്ന് 25 ലക്ഷം രൂപ പിടികൂടിയത്. ഇതിന് രേഖകളില്ല. കുളപ്പുള്ളി സ്വദേശിയുടെ കാറിൽ നിന്നാണ് ഈ പണം പിടികൂടിയത്. ഇയാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന് രേഖകളില്ല എന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും ഇത് പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് PV അൻവർ ഇപ്പോൾ ഈ പണം LDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന ആരോപണം ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട്ടെ കള്ളപ്പണ ആരോപണം ഒക്കെ നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്നിപ്പോൾ ചേലക്കരയിലും ഈ പണമിടപാട് വിവാദം ഉയരുന്നത്. ഇതിൽ പണം പിടിച്ചിട്ടുണ്ട്, ആ പണം LDFന്റേതാണ്. അതിന് പിന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുകൂടി PV അൻവർ ആരോപണം ഉന്നയിക്കുകയാണ്. തീർച്ചയായും ഈ വോട്ടെടുപ്പിന്റെ നിശബ്ദ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് എന്ന് മാത്രമല്ല, ചേലക്കരയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഈ പ്രചാരണത്തിന് ആകെ മേൽനോട്ടം വഹിക്കുന്നത്, ബാക്കി ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് PV അൻവർ ഇന്നലെ ആരോപിച്ചത്. അതായത് പാർട്ടിയിലും സർക്കാരിലുമൊക്കെ മുഹമ്മദ് റിയാസിന്റെ ഒരു ആധിപത്യം മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് അൻവറിന്റെ ആരോപണം. ഇപ്പോൾ ഈ പണം കൂടി പിടിക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് കൂട്ടിക്കെട്ടുന്നത് അൻവർ? അത് തന്നെയാണ് സുജയ. കഴിഞ്ഞ കുറേ ദിവസമായി ചേലക്കര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രചരണം നടത്തി വരുന്നത്. മുഹമ്മദ് റിയാസ് താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PV അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വലിയ പണച്ചാക്കുകൾ, ബിസിനസ് മുതലാളിമാരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് പണം ഇടപാടുകൾ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തള്ളുന്നുണ്ടായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസും. താമസിച്ചത് എവിടെയാണ്, കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിയാസും വിശദീകരിക്കുന്നുണ്ട്, LDF കേന്ദ്രങ്ങളും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിൽ, അതായത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചേലക്കര എത്തുമ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം PV അൻവർ ഉയർത്തുമ്പോൾ അത് തള്ളിക്കളയാതെ വയ്യ. നമുക്ക് ഇക്കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും LDFന്റെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് PV അൻവർ ഉയർത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെറുതുരുത്തിയിൽ നിന്ന് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന കൃത്യമായ തുക 19,70,000 രൂപയാണ് ഈ കാറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 25 ലക്ഷമാണ് താൻ പിൻവലിച്ചത് എന്ന് മൊഴി നൽകിയിട്ടുമുണ്ട് ഈ കുളപ്പുള്ളി സ്വദേശി. ഡെപ്യൂട്ടി കളക്ടറും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സ്ഥലത്തുണ്ട്. നമുക്ക്